ഇസ്രായേലിൻ്റെ ചരിത്രം 7-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഘട്ടം ഘട്ടമായി ജൂതർ പാലസ്തീനിലേക്ക് കുടിയേറിയ ആലിയ എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരേക്കും ഉള്ള കാലഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി നിരവധി ജൂതർ പലസ്തീനിലേക്ക് കുടിയേറുകയുണ്ടായി. ഈ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കെ സമാന്തരമായി പലസ്തീൻ്റെ ഉള്ളിലും ലോകത്തിൻ്റെ നാനാഭാഗത്തുമായി നടന്നിട്ടുള്ള മറ്റു സംഭവവികാസങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പലസ്തീനിലെത്തിയ യഹൂദർ അവിടുത്തെ ഭൂമി വിലക്ക് വാങ്ങുകയും അവിടെ കൃഷി ആരംഭിക്കുകയും ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ ആ പ്രദേശത്ത് അധിവാസമുറപ്പിച്ചിരുന്ന നാടോടികളായ അപരിഷ്കൃതരായ അറബികൾ ഇവരുടെ വിസ്മയകരമായ മുന്നേറ്റവും മറ്റും കണ്ട് കൗതുകം കൂറി നിൽക്കുകയും ചെറിയ തോതിൽ അവരുമായി സഹകരിക്കുകയുമാണ് ചെയ്തിരുന്നത്. അവരുടെ തൊഴിൽ ഇടങ്ങളിൽ അവർക്കും ജോലി ലഭിക്കുകയും അവരെ കൂടി അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് അവർ ആദ്യഘട്ടത്തിലൊക്കെ സംതൃപ്തരായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചോ ഇതൊരു വലിയ അധിനിവേശത്തിൻ്റെ തുടക്കമാണ് എന്നതിനെക്കുറിച്ചോ അന്ന് ഈ സാധാരണക്കാരായ അറബികൾക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ അറബ് നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതേക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു. തിയോഡോർ ഹെർസൽ ഉൾപ്പെടെയുള്ള സിയോണിസ്റ്റ് നേതാക്കൾക്ക് പക്ഷേ ഈ അറബികളെക്കുറിച്ച് കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. അവരുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഇവർ വലിയ സമ്പത്തുമായി വന്ന് വലിയ തോതിൽ വില കൊടുത്ത് ഇവരുടെ ഭൂമിയൊക്കെ വാങ്ങുകയും അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ വലിയൊരു അഭിവൃദ്ധി ആ നാട്ടിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തദ്ദേശവാസികളായിരുന്ന ഈ അറബികൾ ഇവരോടൊപ്പം സഹകരിക്കും എന്നാണ് അവർ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ ഈ കണക്കുകൂട്ടലുകൾക്കൊന്നും ആയുസ് തീരെ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഇവരെ തിരിച്ചറിയുന്നതിന് മുമ്പ് കുറച്ച് ആളുകൾ ഇവരുമായി അത്തരത്തിൽ സഹകരിച്ചു പോന്നു. എങ്കിലും അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും അവരുടെ വ്യവസായശാലകളിൽ നിന്നുമെല്ലാം കൂടുതൽ ജൂതർ വന്നു ചേരുന്നതിനനുസരിച്ച് ഈ അറബികൾ പുറത്താക്കപ്പെടാൻ തുടങ്ങിയതോടുകൂടി തങ്ങളുടെ തൊഴിലും തങ്ങളുടെ ആവാസ ഇടങ്ങളും നഷ്ടപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അറബികൾ സംഘടിച്ച് ജൂതർക്കെതിരായിട്ടുള്ള പ്രതിരോധവും അക്രമവും ആരംഭിക്കുകയുണ്ടായി. തിയോഡോർ ഹെർസലിനെ പോലെയുള്ള ആളുകൾ അറബികളെക്കുറിച്ച് ആ രീതിയിൽ അല്ല കണക്കുകൂട്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വായിച്ച ഒരു രസകരമായ വാക്യം ഓർമ്മ വരുന്നു. ഒരിക്കൽ ഹെർസലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടെ പാലസ്തീനിലെ ഭൂമി സന്ദർശിക്കാനായി വന്നു. അങ്ങനെ ഒരു ഉയർന്ന പ്രദേശത്ത് കയറി നിന്നുകൊണ്ട് വിശാലമായ കാനാൻ ദേശത്തെ നോക്കി നിൽക്കുന്ന ഒരു രംഗം ഒരു ചരിത്രകാരൻ വിവരിക്കുന്നതിനിടയിൽ പറയുന്നത്, അങ്ങനെ വിശാലമായ ഈ കാനാൻ ദേശം മുഴുവൻ നോക്കി കണ്ടുകൊണ്ടിരിക്കെ അവിടെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കെ അതുവഴി അദ്ദേഹത്തിൻ്റെ അരികിലൂടെ തന്നെ അറബികൾ ആടുകളെയും ഒട്ടകങ്ങളെയും മേയിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. അതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല എന്ന്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ അറബികളെക്കുറിച്ചുള്ള എല്ലാ കണക്കുകൂട്ടലുകളും പിഴക്കുകയായിരുന്നു. ഈ അറബികളെ അവർക്ക് പണം നൽകിയും അവരുടെ ഭൂമിക്ക് കൂടുതൽ വില നൽകിയും അവരുടെ മുമ്പിൽ ഈ അഭിവൃദ്ധിയും വികസനവും ഒക്കെ കാണിച്ച് പ്രലോഭിപ്പിക്കുകയും ചെയ്താൽ അവർ അവിടെ തന്നെ ഇവരുമായി സഹകരിച്ച് കൂടിക്കൊള്ളുമെന്നാണ് ഇവർ ആദ്യം കണക്കുകൂട്ടിയിരുന്നത്. ഹെർസൽ തന്നെ ആദ്യകാലത്ത് ചില അറബി നേതാക്കളുമായിട്ട് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടത്തിയതായിട്ടും കാണാം. യൂസഫുൽ ഖാലിദി എന്നു പേരുള്ള ഒരു അറബി നേതാവുമായി നടത്തിയ കത്തിടപാടുകൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്തിടപാടുകളിൽ ഹെർസൽ ഇദ്ദേഹത്തോട് പറയുന്നതും അവർ തിരിച്ച് മറുപടി പറയുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂസഫുൽ ഖാലിദി പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തും യഥേഷ്ടം വിജനമായ സ്ഥലം കിട്ടാനുണ്ട്. നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും പോയിട്ട് സുരക്ഷിതമായി സമാധാനപരമായിട്ടും നിങ്ങളുടെ രാജ്യം ഉണ്ടാക്കാവുന്നതാണ്. അറബികളെ അവരുടെ വാസസ്ഥലത്ത് നിന്നും പുറത്താക്കി അവിടെ നിങ്ങൾ ജൂതരാഷ്ട്രം പണിയുന്നത് ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഹെർസൽ അദ്ദേഹത്തിന് നൽകുന്ന മറുപടിയിൽ തന്നെ ഹെർസലിൻ്റെയും കൂട്ടരുടെയും കണക്കുകൂട്ടലുകൾ ഉണ്ട്. ഹെർസലിൻ്റെ മറുപടിയിൽ പറയുന്നത്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമിക്ക് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വില നൽകിയാണ് ഞങ്ങളത് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ വാങ്ങുമ്പോൾ പകരം നിങ്ങൾക്ക് ലഭിക്കുന്ന പണം കൊണ്ട് അതിനേക്കാൾ കൂടുതൽ സമൃദ്ധിയുള്ള ഭൂമി നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് പോയി വാങ്ങാൻ കഴിയും.
എന്ന് മാത്രമല്ല ഞങ്ങൾ അവിടെ ഒരുപാട് സമ്പത്തുമായി വന്ന് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അവിടെ വലിയ സമൃദ്ധി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി നിങ്ങൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾ, വിശാലമായ അറബ് രാജ്യങ്ങളിൽ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് പലസ്തീൻ. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ സ്വപ്ന ഭൂമിയാണ്, ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ്. ഞങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്പസ്ഥലം വിട്ടുതരേണ്ടതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഈ സംവാദം അങ്ങനെ തുടർന്നു പോകുന്നതായിട്ട് കാണാം. ഇവിടെ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത് ഈ അറബികളെക്കുറിച്ച് ഈ സിയോണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടായിരുന്ന ധാരണ എന്താണ് എന്നാണ്. എന്നാൽ അറബികൾ ഈ കാര്യങ്ങളൊന്നും ഇതേ രീതിയിൽ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വരാൻ പോകുന്ന വികസനത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനോ ഇതൊന്നും കഴിവുള്ളവർ, അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചൊന്നും അറിവുള്ളവരായിരുന്നില്ല. എന്ന് മാത്രമല്ല ഒരു വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരുമായിരുന്നില്ല. കുത്തഴിഞ്ഞ ഒരുതരം ഗോത്ര സംവിധാനത്തിൽ ജീവിക്കുന്നവരായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് നിയമങ്ങളോ ചട്ടങ്ങളോ വ്യവസ്ഥകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ഗോത്രത്തിനും പ്രത്യേക നിയമങ്ങളും അലിഖിതമായിട്ടുള്ള ശീലങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പൗരത്വത്തെക്കുറിച്ചോ ദേശീയതയെക്കുറിച്ചോ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തെക്കുറിച്ചോ ഒന്നുള്ള യാതൊരു സങ്കല്പങ്ങളും ഇല്ലാത്ത തീർത്തും അപരിഷ്കൃതരായ ഗോത്ര ജനതയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരെ ഇത്തരം കാര്യങ്ങളൊക്കെ കാര്യകാരണ സഹിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നത് അസാധ്യമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആടുമേച്ച് ഒട്ടകം മേച്ച് നടന്നിരുന്ന സ്ഥലത്ത് വേറെ കുറേ ആളുകൾ വന്നിട്ട് അവിടെ കയ്യേറി കൃഷി നടത്തുകയും അവിടെ അവർ ജീവിക്കുകയും ചെയ്യുന്നു. നമ്മൾക്ക് അവിടെ ആവാസ സ്ഥലം നഷ്ടപ്പെടുന്നു, നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനുള്ള കഴിവോ അറിവോ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധിയെ കൂടി യഹൂദർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ അറബികളോടൊപ്പം പാരമ്പര്യമായി പാലസ്തീനിൽ ജീവിച്ചിരുന്ന പരമ്പരാഗത യഹൂദരുണ്ടായിരുന്നു. ജെറൂസലേമിലും പരിസരത്തുമൊക്കെ ആയി കുറേ ജൂതർ അവിടെ പാരമ്പര്യമായി ജീവിച്ചു വന്നിരുന്നവരാണ്. അവരും അറബികളും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല ഈ അറബികളെ പോലെ തന്നെ വളരെ അപരിഷ്കൃതരായിട്ടുള്ള ഒരു ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജൂതർ. അവർക്കും ഈ അറബികളെ പോലെ തന്നെ കാര്യമായ അറിവോ വിവേകമോ തിരിച്ചറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വളരെ യാഥാസ്ഥിതികരായിരുന്നു. മതപരമായിട്ടുള്ള അവരുടെ ചിട്ടകളുമൊക്കെ ആയിട്ട് അവർ അറബികളോടൊപ്പം അവിടെ ജീവിച്ചു വരികയായിരുന്നു. അവർ സിയോണിസത്തിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചോ ഒന്നുമുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഈ പരിഷ്കാരികളായിട്ട് യൂറോപ്പിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഈ ജൂതന്മാരെയോ അവരുടെ സംസ്കാരത്തെയോ അവരുടെ ജൂതമതത്തെ പോലുമോ ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയുമായിരുന്നില്ല. ഈ യാഥാസ്ഥിതികർ അവരെ മതവിരുദ്ധരായിട്ടും മതനിന്ദകരായിട്ടുമാണ് കണ്ടത്. അവരെ ഇവർ പല സന്ദർഭങ്ങളിൽ ആക്രമിക്കുക വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ച എലേസാർ ബെൻ യഹൂദ എന്ന് പറയുന്ന ഈ ഹീബ്രു ഭാഷ പുനരാവിഷ്കരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് നേരെ ഇവർ കല്ലെറിയുക വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഹീബ്രു ഭാഷ മതപരമായ ആത്മീയ കാര്യങ്ങൾക്കല്ലാതെ സാധാരണ വ്യവഹാരങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു ഈ യാഥാസ്ഥിതിക ജൂതരുടെ വിശ്വാസം. അതിനെതിരായിട്ട് ഇദ്ദേഹം ഹീബ്രു ഭാഷ സാധാരണ ഭാഷയായി വികസിപ്പിച്ച് അത് പരിശീലിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓഫീസിന് നേരെ കല്ലെറിയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ സെമിത്തേരി പോലും വിലക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വരെ ഇവർക്ക് ജൂതന്മാരിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജൂതന്മാരും അവിടുത്തെ തദ്ദേശവാസികളായ അറബികളെ പോലെ തന്നെ അപരിഷ്കൃതർ ആയിരുന്നു. സിയോണിസം എന്ന ആശയത്തിന് തന്നെ കാരണമായത് ജൂതന്മാർക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പലസ്തീനിലേക്ക് കുടിയേറുക എന്ന ആശയം മൂർത്തരൂപം പ്രാപിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ജൂതർക്കെതിരായി യൂറോപ്പിലും ലോകത്തെമ്പാടും ഉണ്ടായിരുന്ന ആന്റിസെമിറ്റിസം എന്ന് പറയുന്ന ജൂതവിരോധമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു കാരണം ഹോളോകോസ്റ്റിലൂടെയും പീഡനങ്ങളിലൂടെയും ഉള്ള വംശനാശത്തേക്കാൾ ജൂത സംസ്കാരത്തെയും ജൂത സ്വത്വത്തെയും വംശീയമായ നിലനിൽപ്പിനെയും അപകടപ്പെടുത്തുന്നത് യൂറോപ്യൻ എൻലൈറ്റൻമെൻ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ജൂത റബ്ബികളും ആ കാലത്തുണ്ടായിരുന്നു. യാഥാസ്ഥിതികരായ ജൂതർ കരുതിയിരുന്നത് യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിലൂടെ ജൂത സംസ്കാരം പൂർണ്ണമായും നാമാവശേഷമാവും എന്നായിരുന്നു. ആ ആശങ്കയും സിയോണിസത്തിന് അനുകൂലമായിട്ട് യാഥാസ്ഥിതിക ജൂതന്മാരെ കൂടി അതിൽ അണിനിരത്തുന്നതിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ട്.
അതേപോലെ തന്നെ ഈ ജൂതവിരോധം കാരണം യൂറോപ്പിലും മറ്റും ജൂതരും മറ്റുള്ളവരും തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങൾ ഭരണകൂടങ്ങൾക്ക് തന്നെ വലിയ തലവേദനയായിരുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ജൂതർ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ, ജൂത പ്രശ്നം ആ രീതിയിലെങ്കിലും പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ആ തലവേദന ഒഴിഞ്ഞു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് യൂറോപ്പിലെയും മറ്റും ഭരണകൂടങ്ങൾ തന്നെ ചിന്തിച്ചിരുന്നു. ബ്രിട്ടൻ അടക്കമുള്ള ഭരണകൂടങ്ങളും ആ രീതിയിൽ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ജൂതർക്ക് ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ട സഹായങ്ങൾ നൽകാം എന്ന ഓഫർ ബ്രിട്ടൻ്റെയും മറ്റും ഭാഗത്തു നിന്നും വരുന്നത്. ബ്രിട്ടീഷ് കോളനി രാജ്യങ്ങളായിരുന്ന ഉഗാണ്ടയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കോളനി രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ലാറ്റിൻ അമേരിക്കയിലോ ഒക്കെ ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് സഹായകമായ നിലപാടുകൾ യൂറോപ്പ് കൈക്കൊള്ളാനുള്ള കാരണം ഇവരുടെ ശല്യം എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ അത്രയും നല്ലത് എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടുകൂടി ആയിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് പിന്നീട് ജൂതർക്ക് ജൂതരാഷ്ട്രം, പലസ്തീനിൽ തന്നെ ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് ഔപചാരികമായ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഒരു നടപടി എന്ന നിലക്ക് ബാൾഫർ ഡിക്ലറേഷൻ വരുന്നത്. ഈ ബാൾഫർ ഡിക്ലറേഷനാണ് ഈ ജൂതരാഷ്ട്ര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്ന്. കാരണം അന്താരാഷ്ട്ര സമൂഹം പാലസ്തീനിൽ ജൂതരാഷ്ട്രം ഉണ്ടാക്കുക എന്ന ആശയത്തിന് ഔപചാരികമായിട്ട് അംഗീകാരം നൽകുന്ന ആദ്യത്തെ സംഭവമാണ് ഈ ബാൾഫർ ഡിക്ലറേഷൻ എന്ന്. ബ്രിട്ടീഷ് പാർലമെന്റിലെ ക്യാബിനറ്റ് അംഗവും വിദേശകാര്യ സെക്രട്ടറിയുമായിരുന്ന ആർതർ ബാൾഫർ ആണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അദ്ദേഹം സയോണിസ്റ്റ് നേതാവായിരുന്ന ചൈം വൈസ്മാന്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. ചൈം വൈസ്മാനും അദ്ദേഹവും തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടി ഈ പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ ഒരു പ്രചോദനമായി ഭവിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ആ കാലത്ത് ജൂതർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കേണ്ടത് ആവശ്യവുമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞ സമയമായിരുന്നു. ജർമ്മനിക്കെതിരായിട്ടും ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരായിട്ടുമുള്ള യുദ്ധത്തിൽ യഹൂദരെ കൂടി പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് സഹായകരമായിരിക്കുമെന്ന് ബ്രിട്ടൻ കണക്കുകൂട്ടി. യഹൂദരുടെ ഇടയിൽ യുദ്ധത്തിന് സഹായിക്കാൻ കഴിയുന്ന ധാരാളം ശാസ്ത്രജ്ഞന്മാരും മറ്റും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു രസതന്ത്രജ്ഞനായിരുന്നു നേരത്തെ പറഞ്ഞ വൈസ്മാൻ തന്നെ. അദ്ദേഹം അത്യന്താധുനിക സ്ഫോടക വസ്തുക്കളുമൊക്കെ സ്വയം ഗവേഷണം നടത്തി കണ്ടെത്തുകയും അത് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി സഹായം ലഭിക്കുന്നതിന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് നന്നായിരിക്കും എന്ന് ബ്രിട്ടൻ കണക്കുകൂട്ടി. അതുപോലെ തന്നെ അമേരിക്കയിലും റഷ്യയിലുമൊക്കെയുള്ള സമ്പന്നരായ ജൂതരുടെ കയ്യിൽ നിന്നും പണവും മറ്റ് സഹായങ്ങളും സ്വീകരിക്കുന്നതിനും ഈ നിലപാടിലൂടെ സാധിക്കും എന്നവർ കണക്കുകൂട്ടി. അതേപോലെ തന്നെ പലസ്തീനിലുള്ള ജൂതരുടെ സംരക്ഷണ സൈന്യത്തിൽപ്പെട്ട ആളുകളെ കൂടി ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചാൽ ആ പ്രദേശങ്ങളിൽ ഒട്ടോമനെതിരായിട്ടുള്ള യുദ്ധം വിജയിക്കാനും അത് സഹായകരമാകും. ഈ രീതിയിലൊക്കെ കണക്കുകൂട്ടിക്കൊണ്ടാണ് ജൂതരെ തൽക്കാലം ഒന്ന് സന്തോഷിപ്പിക്കാനും അവരെ പ്രീണിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ബാൾഫർ ഡിക്ലറേഷന് ബ്രിട്ടീഷ് ഭരണകൂടം അംഗീകാരം നൽകുന്നത്. ബാൾഫർ ഡിക്ലറേഷനിൽ പറയുന്നത് പലസ്തീനിൽ ജൂതന്മാർക്ക് അവരുടെ ഒരു മാതൃദേശം ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ്. അത് ഔപചാരികമായിട്ടുള്ള ഒരു അംഗീകാരവും പ്രഖ്യാപനവുമായി പിന്നീട് ജൂതരാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ വിജയിക്കുകയും ഒട്ടോമൻ സാമ്രാജ്യം തകരുകയും ഒക്കെ ചെയ്തതോടുകൂടി പലസ്തീൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ബ്രിട്ടന്റെ അധീനതയിൽ വരുന്നു. ഇങ്ങനെ ബ്രിട്ടന്റെ അധീനതയിൽ വരുന്നതോടുകൂടി തങ്ങൾക്ക് അവിടെ വളരെ സുഗമമായി തന്നെ തങ്ങളുടെ രാഷ്ട്ര നിർമ്മാണം സാധ്യമാകും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ജൂതന്മാർ. അതനുസരിച്ച് ഇറാഖിൽ നിന്നും മറ്റുമുള്ള പെട്രോളിയം പൈപ്പിന്റെയും ഒക്കെ സംരക്ഷണത്തിന് ഈ യഹൂദരുടെ സൈന്യത്തെ ഉപയോഗപ്പെടുത്തി. അതിനായി 14,500ഓളം ചെറുപ്പക്കാരെ ഒരു ഗറില്ല സേന തന്നെ ബ്രിട്ടീഷ് സൈനിക തലവന്മാർ പരിശീലിപ്പിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ അവരാണ് ബ്രിട്ടീഷുകാരുടെ അതുപോലെ യൂറോപ്യന്മാരുടെയും എണ്ണ പൈപ്പുകളെയും മറ്റും സംരക്ഷിക്കുന്നതിനുള്ള സേനയായിട്ട് അവിടെ പ്രവർത്തിച്ചത്. ഇങ്ങനെ തങ്ങളുടെ സമ്പത്തും അധികാരവും സംരക്ഷിക്കുന്നതിന് യഹൂദരെ കൂടി ഉപയോഗപ്പെടുത്താം എന്ന കണക്കുകൂട്ടൽ ഭരണകൂടത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട്
നടന്ന സംഭവങ്ങൾ എല്ലാവരുടെയും എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അനുകൂലമായ സാഹചര്യം പലസ്തീനിൽ രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ജൂതന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അങ്ങോട്ടുള്ള കുടിയേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ലോകമഹായുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ യൂറോപ്പിൽ നിന്നും മറ്റും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ജൂതരും ഇവിടെ ജൂതരാഷ്ട്രം ഉണ്ടാവാനുള്ള സാധ്യത തെളിയുന്നു എന്ന് തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരും ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ഇത് പക്ഷേ പലസ്തീനിലെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കുകയാണ് ഉണ്ടായത്. ജൂതന്മാരുടെ വരവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അറബികൾക്കിടയിലെ അസംതൃപ്തി വർദ്ധിക്കുകയും അവർ പലയിടത്തും കലാപങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ആദ്യത്തെ സായുധ കലാപം നടക്കുന്നത് 1920 മാർച്ച് 1 പലസ്തീൻ്റെ വടക്ക് ഭാഗത്തുള്ള, അതായത് ഫ്രാൻസും ബ്രിട്ടനും പങ്കുവെച്ച ഭൂമിയുടെ അതിർത്തി പ്രദേശത്തുള്ള ടെൽ ഹായ് എന്ന ഒരു ജൂത സെറ്റിൽമെൻറ്റിലേക്ക് 100ഓളം അറബികൾ തോക്കും ആയുധങ്ങളുമായി കടന്നു വരുന്നു. ഫ്രഞ്ച് സൈനികർ ഈ സെറ്റിൽമെൻറ്റിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിൽമെൻറ്റിനകത്തേക്ക് നുഴഞ്ഞു കയറിയ അറബികളുമായിട്ട് അവിടുത്തെ യഹൂദരെ ഏറ്റുമുട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളെടുത്ത് അവർ വെടിവെക്കുകയും 14 അറബികൾ അവിടെ മരിച്ചു വീഴുകയും തിരിച്ചുള്ള വെടിവെപ്പിൽ അവരുടെ സംരക്ഷണ സേനയുടെ കമാൻഡറായിരുന്ന ജോസഫ് ട്രംബിൾഡർ എന്ന് പറയുന്ന ആൾ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ഇതാണ് ജൂത അറബ് സംഘർഷങ്ങളിലെ ആദ്യത്തെ രക്തരൂക്ഷിതമായ സംഭവം. 1920 മാർച്ചിൽ നടന്ന ഈ സംഭവത്തെ തുടർന്ന് പിന്നീട് പലസ്തീനിലെമ്പാടും അറബികൾ ജാഗ്രതയോടുകൂടി ജൂതർക്കെതിരായിട്ടുള്ള കലാപങ്ങൾ ആരംഭിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഏപ്രിൽ മാസത്തിൽ 600ഓളം മുസ്ലിം ക്രിസ്ത്യൻ തീർത്ഥാടകർ ജെറൂസലേമിൽ പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് പലസ്തീൻ അറബികളുടെ രാജ്യമാണെന്നും അറബികളുടെ സ്വതന്ത്ര രാഷ്ട്രമാണെന്നും പ്രഖ്യാപിക്കുകയും ജൂതർക്കെതിരായി കലാപം നടത്താനുള്ള ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി വലിയ ഒരു ജനക്കൂട്ടം ജൂതരെ കൊല്ലുക എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ജെറൂസലേമിലെ തെരുവിലേക്ക് അക്രമാസക്തമായി ഇറങ്ങുകയും ജൂതരുടെ കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും അവരുടെ വീടുകൾ ആക്രമിക്കുകയും നിരവധി പേരെ കൊല്ലുകയും ചെയ്തു. 6 യഹൂദർ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടു, 100ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. മുഹമ്മദിന്റെ മതം വാളുമായാണ് പിറന്നത്, ജൂതരെ കൊല്ലുക എന്നൊക്കെ ആർത്തു വിളിച്ചുകൊണ്ടായിരുന്നു അന്ന് ജെറൂസലേമിൽ കലാപം നടന്നത്. ഈ കലാപത്തെ തുടർന്ന് ഇതിനെ ചെറുക്കുന്നതിനായി ജൂതരും അവരുടേതായ സൈനിക സന്നാഹങ്ങൾ ശക്തിപ്പെടുത്തുകയുണ്ടായി. ഹഗാന എന്ന പേരിൽ ഒരു പ്രതിരോധ സേന പെട്ടെന്ന് തന്നെ യഹൂദർ സംഘടിപ്പിക്കുകയും ഈ ഹഗാന തിരിച്ചടി എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്ന അറബികളെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ അറബികളും ജൂതരും തമ്മിൽ തുടർച്ചയായിട്ടുള്ള കലാപങ്ങൾ ജെറൂസലേമിലും പരിസരത്തും അരങ്ങേറുകയുണ്ടായി. ഇരുപക്ഷത്തുമായി 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇതോടുകൂടി കാര്യങ്ങളുടെ പോക്ക് വളരെ അപകടത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ അറബികൾ അവരുടെ ഒരു പ്രതിനിധി സംഘത്തെ ലണ്ടനിലേക്ക് അയച്ചു. ആ പ്രതിനിധി സംഘം ലണ്ടനിൽ പോയി വിൻസ്റ്റൺ ചർച്ചിലിനെ കണ്ട് സിയോണിസം അവസാനിപ്പിക്കണമെന്നും ജൂതന്മാരെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിലിൽ നിന്ന് തൽക്കാലം അവർക്ക് അനുകൂലമായ മറുപടിയല്ല ലഭിച്ചത്. ജൂതന്മാർക്ക് പലസ്തീൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ എന്നും ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും അറബികളുടേത് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അതേസമയം വിൻസ്റ്റൺ ചർച്ചിൽ മറ്റൊരു ധവളപത്രം ഇറക്കുകയും അതിൻ്റെ വിശദീകരണമായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ജൂതർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ജൂതർ അവിടെ വലിയ വികസനം കൊണ്ടുവരുമെന്നും ജോർദാൻ നദിയിലെ വെള്ളം ജലസേചനം, കൃഷിക്കും അതുപോലെ വൈദ്യുതി നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിക്കുമെന്നും വൻതോതിലുള്ള വികസനം ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നും തങ്ങളുടെ പെട്രോളിയം പൈപ്പ് ഇറാഖിൽ നിന്നുള്ള പൈപ്പുകൾ ജാഫ തുറമുഖം വരെ എത്തിക്കാനുള്ള സൗകര്യം അവിടെ ജൂതരാഷ്ട്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുമൊക്കെ പാർലമെൻറ്റിൽ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ ബാൾഫർ ഡിക്ലറേഷൻ്റെ തുടർന്ന് ജൂതരാഷ്ട്രത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം കൈക്കൊള്ളുന്നത്. അതോടുകൂടി ബ്രിട്ടീഷ് മാൻഡേറ്റും ജൂതരാഷ്ട്രവും യാഥാർത്ഥ്യമാകും എന്ന ഒരു
പ്രതീതി ജൂതന്മാർക്കിടയിൽ ഉളവാവുകയും അത് ലോകമെമ്പാടുമുള്ള ജൂതന്മാരിൽ ആവേശം കൊള്ളിക്കുകയും അവർ പിന്നെയും കൂട്ടത്തോടെ പലസ്തീനിലേക്ക് ഒഴുകുകയും ചെയ്തു. ജൂതരാഷ്ട്ര നിർമ്മിതിക്കായുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതോടെ ആരംഭിച്ചു. ഹഗാന എന്ന സൈന്യം വിപുലീകരിച്ചു. ആ പ്രദേശങ്ങളിലാകെ സൈന്യത്തെ വിന്യസിച്ചു. ടെല്ലവീവ് എന്ന നഗരം വികസിപ്പിക്കാൻ തുടങ്ങി. നഗരത്തിലേക്ക് ബുദ്ധിജീവികളും എഴുത്തുകാരും പത്രക്കാരും അങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ചേക്കേറാൻ തുടങ്ങി. ജെറൂസലേമിൽ ഒരു ഹീബ്രു യൂണിവേഴ്സിറ്റി 1928 സ്ഥാപിച്ചു. അങ്ങനെ രാഷ്ട്ര നിർമ്മിതിക്കായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നടന്നു വന്നു. അതോടൊപ്പം തന്നെ ജൂത കുടിയേറ്റവും ശക്തിപ്പെട്ടു. ഇതെല്ലാം കണ്ട് പരിഭ്രാന്തരായ അറബികൾ പിന്നെയും കലാപങ്ങൾക്ക് ഒരുങ്ങി. 1928 അവിടെ മണ്ണിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാർക്ക് ചില ചരിത്ര ശേഷിപ്പുകൾ കിട്ടുകയുണ്ടായി. 2000 വർഷം പഴക്കമുള്ള സിനഗോഗുകളുടെയും മറ്റും അവശിഷ്ടങ്ങളാണ് അവരുടെ കയ്യിൽ കിട്ടിയത്. അത് വെച്ചുകൊണ്ട് ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർ ആരംഭിക്കുകയും ചരിത്ര ശേഷിപ്പുകൾക്കായുള്ള അന്വേഷണവും കൂടി അതോടൊപ്പം അവർ വിപുലപ്പെടുത്തുകയും ചെയ്തു. ചരിത്ര അന്വേഷണത്തിനായി അന്ന് ആരംഭിച്ച ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്നും ഇസ്രായേലിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വെപ്രാളപ്പെട്ട അറബികൾ കൂടുതൽ അക്രമത്തിനുള്ള കോപ്പുകൾ കൂട്ടി. 1929 ഓഗസ്റ്റ് 23 അക്സ പള്ളിയിലെ ഇമാമായിരുന്ന അമീൻ ഹുസൈനി തൻ്റെ കുത്തുബ പ്രസംഗത്തോടനുബന്ധിച്ച് ഒരു കലാപത്തിന് ആഹ്വാനം നടത്തുകയുണ്ടായി. നമ്മുടെ രാജ്യവും നമ്മുടെ പള്ളിയുമൊക്കെ അപകടത്തിലാണ് എന്നും ജൂതർക്കെതിരായി പ്രതികരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി പിരിഞ്ഞ ഉടനെ തന്നെ ജൂതരെ കൊല്ലുക എന്ന ആർത്ത് വിളിച്ചുകൊണ്ട് കലാപകാരികൾ തെരുവിൽ അഴിഞ്ഞാടി. ആ കലാപത്തിൽ 200-ൽ പരം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടി എന്നോണം ഹഗാന അവരെ കണ്ണിൽ കണ്ട അറബികളെ മുഴുവൻ കൊല്ലാൻ തുടങ്ങി. ജെറൂസലേമിലേക്കുള്ള വഴിമധ്യേ ഉണ്ടായിരുന്ന അറബികളുടെ സെറ്റിൽമെന്റുകളിലെല്ലാം ആക്രമണം നടത്തുകയും അവിടെ നിന്നെല്ലാം അറബികളെ ആട്ടി ഓടിക്കുകയും ചെയ്തുകൊണ്ട് ഹഗാന കനത്ത തിരിച്ചടിയാണ് അറബികൾക്ക് നൽകിയത്. ഇതോടുകൂടി പലസ്തീനാകെ രക്തരൂഷിതമായ കലാപം കൊണ്ട് കലുഷിതമായി. അക്സ പള്ളിയിലെ ഇമാമായിരുന്ന അമീൻ ഹുസൈനിയുടെ ബന്ധുവായ മൂസ അലാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ലണ്ടനിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അറ്റോർണിയായി പ്രവർത്തിച്ചിരുന്നു. ഡേവിഡ് ബെൻഗൂറിയൻ അദ്ദേഹത്തെ പോയി കണ്ട് അറബികളുടെ പിന്തുണ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ബെൻഗൂറിയന് ലഭിച്ച മറുപടി അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നു. നിങ്ങളെ കൊണ്ടുള്ള യാതൊരു പുരോഗതിയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഇനിയും 100-200 കൊല്ലം ദരിദ്രരായി തന്നെ കഴിഞ്ഞാലും ശരി, നിങ്ങളുടെ യാതൊരു സഹായവും പുരോഗതിയും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ജൂതരാഷ്ട്രത്തിന് ഞങ്ങളുടെ യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടായിരിക്കുകയല്ല എന്ന് മുഖത്തടിച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അതോടുകൂടി മിതവാദിയും ജനാധിപത്യവാദിയും ഇടതുപക്ഷക്കാരനുമൊക്കെ ആയിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ പോലും തീവ്രപക്ഷത്തേക്ക് നിലപാട് മാറ്റേണ്ടി വന്നു എന്നാണ് പറയുന്നത്. 1933 ഹോളോകോസ്റ്റ് ആരംഭിച്ച സാഹചര്യത്തിൽ ജർമ്മൻ ആലിയ എന്ന പേരിൽ ജർമ്മനിയിൽ നിന്നും പോളണ്ടിൽ നിന്നുമൊക്കെ ഒരുപാട് പേര് ഒരുമിച്ച് പലസ്തീനിലേക്ക് ഒഴുകി. അങ്ങനെ ജർമ്മനിയിൽ നിന്ന് വന്ന ആളുകൾ സമ്പന്നരും പലതരത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സഹായകരമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സും ആയിരുന്നു എന്നതുകൊണ്ട് വലിയ മാറ്റം പലസ്തീനിൽ ഈ ഒരു ആലിയയെ തുടർന്നുണ്ടായി. ഇതെല്ലാം കണ്ട് അറബികൾ വീണ്ടും പ്രകോപിതരാവുകയും അവർ നാട്ടിലാകെ കലാപം അഴിച്ചുവിടുകയും ചെയ്തു. അതോടുകൂടി ഇതിനു മുമ്പുള്ള കലാപങ്ങളിലെല്ലാം കയ്യും കെട്ടി നോക്കി നിന്ന ബ്രിട്ടീഷ് പോലീസും സൈന്യവും സജീവമാവുകയും 20,000 സൈന്യത്തെ ഇറക്കിക്കൊണ്ട് കലാപങ്ങളെ ബ്രിട്ടീഷ് സർക്കാർ അടിച്ചമർത്തുകയും ചെയ്തു. പ്രശ്നം പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നും കാര്യങ്ങൾ വളരെ സങ്കീർണമാണെന്നും ഇത് നിയന്ത്രണാതീതമാകുന്നു എന്നും കണ്ട ബ്രിട്ടീഷ് സർക്കാർ പ്രശ്നത്തിൽ നിന്നും വഴുതി മാറാനുള്ള രക്ഷപ്പെടുത്താനുള്ള വഴികളെക്കുറിച്ച് പിന്നീട് ആലോചിച്ചു തുടങ്ങി. അതിൻ്റെ ഭാഗമായി 1936 വില്യം റോബർട്ട് പീൽ എന്ന് പറയുന്ന ഒരാളെ ഈ വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി കമ്മീഷനായി നിയോഗിച്ചു. പീൽ കമ്മീഷൻ ഒരു വർഷത്തെ പഠനത്തിന് ശേഷം 404 പേജുള്ള അതിൻ്റെ റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ പീൽ കമ്മീഷൻ പറയുന്നത് ഇത് ശരിയും തെറ്റും തമ്മിലുള്ള ഒരു സംഘട്ടനമല്ല,
2000 കൊല്ലത്തെ ചരിത്രവും മതവും പറയുന്ന യഹൂദരുടെ അവകാശവാദങ്ങളും 13 നൂറ്റാണ്ടായി ഇവിടെ ആവാസം ഉറപ്പിച്ചു വന്നിരുന്ന അറബികളുടെ അവകാശവാദങ്ങളും പൂർണ്ണമായി പരിശോധിച്ചപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നത് ശരിയാണ് എന്നും അതുകൊണ്ട് ഇത് ശരിയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് എന്നും ബോധ്യമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ടിൻ്റെ ആമുഖം എഴുതി ചേർത്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഈ ഭൂപ്രദേശം രണ്ടായി പാർട്ടീഷൻ ചെയ്യുക, വിഭജിക്കുക എന്നത് മാത്രമാണ് എന്നും പീൽ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ പാർട്ടീഷൻ ചെയ്യാനുള്ള ചില വിശദാംശങ്ങളും ആ റിപ്പോർട്ടിൽ പീൽ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. അതനുസരിച്ച് തീരപ്രദേശത്തുള്ള കുറേ ഭാഗങ്ങളും ഗലീലി ഉൾപ്പെടുന്ന കുറേ പ്രദേശങ്ങൾ ഉൾപ്പെടെ 3125 സ്ക്വയർ മൈൽ വിസ്തൃതിയുള്ള ഭൂപ്രദേശം, അതായത് മൊത്തം പലസ്തീനിൻ്റെ 20% മാത്രം വരുന്ന ഈ ഭൂപ്രദേശം ജൂതർക്ക് വിട്ടുകൊടുക്കാനും ബാക്കിയുള്ള ഭൂഭാഗങ്ങൾ അറബികൾക്ക് തന്നെ തിരിച്ചു നൽകാനുമായിരുന്നു നിർദ്ദേശം. ഇങ്ങനെ ഒരു നിർദ്ദേശം വന്ന ഉടനെ തന്നെ സൂറിച്ചിൽ 20ാം സയോണിസ്റ്റ് കോൺഗ്രസ് എന്ന പേരിൽ യോഗം ചേർന്നുകൊണ്ട് സയോണിസ്റ്റുകൾ ഈ വിഷയം വിപുലമായി ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയിൽ വലിയ തർക്കങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ടായി. വലതുപക്ഷ വിഭാഗം ആളുകൾ ഇത് സ്വീകരിക്കാൻ പാടില്ല, നമുക്ക് പലസ്തീനിൽ കുറെ കൂടി ഭൂമി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഡേവിഡ് ബെൻഗൂറിയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ വിഭാഗം നമുക്ക് കിട്ടിയത് വാങ്ങാം, കിട്ടിയത് വാങ്ങിയില്ലെങ്കിൽ അത് അബദ്ധമാകും, ഇപ്പോൾ ഇത് അംഗീകരിച്ചുകൊണ്ട് ഈ കിട്ടിയ ഭാഗം ഉപയോഗിക്കുകയും തുടർന്ന് കൂടുതൽ ഭൂമിക്ക് വേണ്ടി പിന്നീട് വിലപേശുകയും ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് ചർച്ച ചെയ്യുകയും അവസാനം വോട്ടിനിട്ട് ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു. അതനുസരിച്ച് പീൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പാർട്ടീഷൻ പ്ലാന് ആദ്യം ജൂതന്മാർ സയണിസ്റ്റുകൾ അംഗീകരിച്ചു. എന്നാൽ പിറ്റേ ദിവസം തന്നെ സിറിയയിൽ യോഗം ചേർന്ന അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അതിൽ യമൻ ഒഴികെയുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളും ചേർന്ന് യോഗം ചേർന്നെടുത്ത തീരുമാനം പീൽ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളുന്നതും ഒപ്പം പലസ്തീനിൻ്റെ 100% അറബികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും അവിടെ ജൂതന്മാരുടെ ഒരു വില്ലേജ് പോലും ഉണ്ടാക്കാൻ അനുവദിച്ചുകൂടാ എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് പീൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയാണ് അറബ് രാജ്യങ്ങൾ ചെയ്തത്. കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ കലാശിച്ചതോടുകൂടി ബ്രിട്ടീഷ് ഭരണകൂടം അവരുടെ നിലപാട് മാറ്റുകയും പെട്ടെന്ന് അറബ് പക്ഷത്തേക്ക് മാറുകയും യഹൂദരെ ചതിക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 1938 മറ്റൊരു തട്ടിക്കൂട്ടിയ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് വിഭജനം അസാധ്യമാണ് എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. അറബികളുടെയും ജൂതന്മാരുടെയും കുറേ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് ഒരു ചർച്ച സംഘടിപ്പിക്കുകയും ആ ചർച്ചയിൽ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളായി വന്നവരും പലസ്തീനിൽ നിന്ന് വന്ന അറബി പ്രതിനിധികളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടുകൂടി ബ്രിട്ടൻ പൂർണ്ണമായും അറബ് പക്ഷത്തേക്ക് മാറുകയും യഹൂദരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും വലിയ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് യഹൂദരുടെ കുടിയേറ്റം തന്നെ നിരോധിക്കുകയും അവിടെ ഭൂമി വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പുതിയ നിയമങ്ങൾ പാസാക്കുകയാണ് ചെയ്തത്. ഈ ഹോളോകാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ അതിജീവിച്ച് ഓടി വരുന്ന ജൂതരെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത ഒരു തിരിച്ചടിയായി മാറുകയാണ് ഉണ്ടായത്. ജൂതരും ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം.